തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, തേനിലെ എൻസൈംസുകൾ നഷ്ടപ്പെട്ട് തേൻ പോയിസൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് ചൂടാക്കരുത്. നമ്മൾ മാക്സിമം 40-42 ഡിഗ്രിയാണ് ചൂടാക്കുന്നത്. അതായത് ഇത് 2 ലെയറുള്ള ഒരു ടാങ്കാണ്. ഇതിന് ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയർ ഫുള്ള് വെള്ളമാണ്, വാട്ടർ ജാക്കറ്റ് എന്ന് പറയാം. വെള്ളത്തെ നമ്മൾ ചൂടാക്കും, വെള്ളത്തിന്റെ ചൂട് കൊണ്ടാണ് ഇന്നർ ലെയറിലെ തേൻ ചൂടാക്കും. അന്നേരം ഇതിന് നടുവിലൊരു സ്റ്റെറാണ്, അത് ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിയില്ല. അപ്പോൾ ചൂട് തേൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും. ഹണിയൊക്കെ ലൂസായി ഹണിയിലെ വേസ്റ്റ് വാക്സ് ഒക്കെ ടോപ്പിലോട്ട് പൊത്തി വരും. കാരണം ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. ഹണിയിലെ വേസ്റ്റ് വാക്സിന്റെ മേലെ ഉണ്ടാകുക, താഴെ പ്യൂർ തേനായിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് മാനുവലായി ഒന്ന് കോരിക്കളയും. പിന്നെ സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി മാറ്റുന്ന സമയത്ത് നടുവിലൊരു മൈക്രോ ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്ററിലൂടെ കടത്തി വിട്ടാണ് സെക്കൻഡ് ചേമ്പറിലൂടെ ഹണി എത്താൻ. ബാലൻസ് മൈക്രോ വേസ്റ്റ് ഫിൽറ്ററിൽ സ്റ്റോർ ആയിട്ട് സെക്കൻഡ് ചേമ്പറിൽ പ്യൂർ തേൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യണം. കാരണം ഫുഡ് സേഫ്റ്റി റൂൾ അനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ തേൻ വിൽക്കണമെങ്കിൽ 20% താഴെ വാട്ടർ കണ്ടന്റ് ആക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന തേനിന് 24-25%. ഈ ഒരു ഫോമിലാണ് മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന തേനിൽ വെള്ളത്തിന് കണ്ടന്റ് ഉണ്ടാകുക. അപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ സഹായത്തിലാണെങ്കിൽ ഡോസേജ് പമ്പ് ചെയ്യിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഹോട്ടിംഗ് ടവറിലൂടെ ഈ വാക്യൂം ചേമ്പറിലൂടെ ഹണി നമ്മൾ ഡംപ് ചെയ്യിക്കുക ചെയ്യുന്നത്. ഈ ചേമ്പർ ഫുൾ പ്രഷറാണ്. ഹൈ പ്രഷറിലൂടെ ഹണി വന്ന് ഡെപ്പോസിറ്റ് ആകുന്ന സമയത്ത് ഹണിയിലെ വാട്ടർ കണ്ടന്റ് ബബിൾസ് രൂപത്തിലാണ് രൂപം കൊള്ളുന്നത്. ആ ബബിൾസിലെ മാത്രം ഹൈ പ്രഷറിൽ വാക്യൂം സക്ക് ചെയ്യും. അത് സെക്കൻഡ് കുളിക്കുന്നത് നീരാവിയായി കിടക്കുന്ന 4ാമത്തെ ചെറിയ ചേമ്പറിലോട് എത്തുമ്പോൾ തേനിലെ ജലാംശം ഇതുപോലെ നമുക്ക് വേർതിരിക്കാനും പറ്റും. ഈ മിഷനറിയുടെ മാക്സിമം പ്രോസസ്സിംഗ് കപ്പാസിറ്റി 300 കിലോയാണ്. 300 കിലോ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ 12 ലിറ്റേഴ്സ് വെള്ളം അണിയെന്ന് വേർതിരിക്കാം. കാണാൻ നല്ല പച്ചവെള്ളില്ല. കുറച്ച് ആളുകൾ സ്മെൽ ചെയ്യാം, എല്ലാവരും സ്മെൽ ചെയ്യാൻ സമയം കിട്ടില്ല. അണിയുടെ സ്മെല്ലാണ് ടേസ്റ്റ്, ചവർപ്പും ചെറിയൊരു പുളിപ്പായ ടേസ്റ്റ് ഉണ്ടാവും. തേനിൽ നിന്ന് അനുഭവം ലൈഫ് ലോങ് എത്ര വർഷം വേണമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ മിസ്യൂസ് ചെയ്താൽ മാത്രമേ ആ തേനിൽ ചീത്തയാവാറുള്ളൂ. എങ്ങനെയാ? ഇപ്പോൾ കഴിച്ച സ്പൂൺ കഴിക്കുന്നവരുണ്ട്, വെള്ള സ്പൂൺ കഴിക്കുന്നവരുണ്ട്, വിരലിട്ട് കഴിക്കുന്നവരുണ്ട്. കയ്യിലെ വേർപ്പാടൽ തേൻ പെർമനന്റ് ആവും. കഴിച്ചിട്ട് കുറേ നേരം ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ വീണ്ടും വായിൽ ജലാംശം തേൻ വലിച്ച് ആ തേൻ ഈസ്റ്റ് വന്ന് പൊളിച്ചിട്ട് പോകും. നമ്മൾ നല്ല ഡ്രൈ സ്പൂൺ ഉപയോഗിക്കാൻ നല്ല ടൈറ്റ് ചെയ്തെടുക്കുക. അതായത് ആഫ്റ്റർ പ്രോസസ്സിങ് ഇത്ര തിക്കാണ്ടാവുക. ഇത് മിസ്യൂസ് ചെയ്തില്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞാൽ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത് വെള്ളത്തിന് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് ഒരു 6-7 മാസം കൊണ്ട് ഈസ്റ്റ് വന്ന് പൊളിച്ചിട്ട് പോകും. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോൾ നാശായ തേൻ ലക്ഷണം വലിയ തോതിൽ പതിയും നിറയും തുറക്കുന്ന സമയത്ത് ഏറും തള്ളും. ആ ഏറ് തള്ളിയ തേനുകൾ നമ്മൾ കഴിക്കാൻ പാടില്ല, ചെറിയ മക്കൾക്കും കൊടുക്കരുത്. അത് നമ്മുടെ ത്രിദോഷങ്ങളുടെ ഇംബാലൻസിലൂടെ തെറ്റിക്കാച്ചില്ല. എന്നിട്ട് വേറെ പല രോഗത്തിലോട്ട് കൺവേർട്ട് ആവും. നോർമലി ബാലൻസുകളൊന്നും തെറ്റാതിരിക്കാനാണ് ഹണി നമ്മൾ കഴിക്കേണ്ടത്. അതിനാണ് പറഞ്ഞത് പ്രോസസ്സ് ചെയ്ത് ഹണി കഴിക്കണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ, മ്യൂസിയം കണ്ടിട്ട്